ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും വിചാരിക്കണ്ടോ ഞാൻ കെട്ടിയൊരുങ്ങി എങ്ങോട്ടായി പോകുന്നത് എന്ന്. അതിന് മുന്നേ എൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ കാണുന്നെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതിന് തൊട്ടടുത്ത കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ടാവും, അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഫ്യൂച്ചറിൽ എപ്പോൾ വീഡിയോ ഇടുകയാണെങ്കിൽ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. ഞാൻ നമ്മുടെ കാലിക്കറ്റ് SM സ്ട്രീറ്റിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് ബസ്സിൽ കയറി പോകണത്. അങ്ങനെ ബസ് സ്റ്റോപ്പിലെത്തി ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഒരു 15 മിനിറ്റോളം ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ടോ, എന്നിട്ടാണ് കേട്ടോ ബസ് വന്നിട്ടുള്ളത്. അങ്ങനെ ഒരു 7:15 ആയപ്പം 7 മണിക്ക് ആയപ്പോൾ ബസ് സ്റ്റോപ്പിലെത്തി. 7:15 ആയപ്പോൾ ബസ് വന്നു. അങ്ങനെ ബസ് കയറി. അങ്ങനെ ഞാൻ പുതിയ സ്റ്റാൻഡിലേക്കാണ് പോകുന്നത്. ഹസ്ബൻഡ് അവിടേക്ക് എത്താമെന്നാണ് പറഞ്ഞത് ജോലി കഴിഞ്ഞിട്ട്. അങ്ങനെ ഞാൻ പാവമണി റോഡിലേക്ക് നടക്കുകയാണ് കേട്ടോ. ബസ്സൊക്കെ ഇറങ്ങി. അങ്ങനെ ഞാൻ പാവമണി റോഡിൽ കറക്റ്റ് എത്തിയപ്പോഴേക്ക് ഹസ്ബൻഡും വന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി SM സ്ട്രീറ്റിലേക്ക് പോയി കേട്ടോ. വളരെ ഞാൻ മീൻസ് പൊതുവേ നമ്മൾ SM സ്ട്രീറ്റിൽ വരികയാണെങ്കിൽ വളരെ തിരക്കായിരിക്കും. പക്ഷേ ഇന്ന് എന്തോ തിരക്ക് വളരെ കുറവാണ്. എനിക്ക് തോന്നുന്നു നൈറ്റ് ആയതുകൊണ്ടായിരിക്കാം എന്ന്. അങ്ങനെ ഞാനും ഹസ്ബൻഡും കൂടി നമ്മുടെ ഷോപ്പിലേക്ക് പോവുകയാണ്. ഞങ്ങൾ പോകുന്നത് എവിടേക്കാണെന്ന് വെച്ചാൽ നമ്മുടെ ചൈന മാർക്കറ്റിലേക്കാണ്. 25-ാം തീയതി ആയിരുന്നു കേട്ടോ ചൈന മാർക്കറ്റ് ഓപ്പൺ ആയത്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചതാണ് എന്തായാലും ഇവിടെ ഒന്ന് പോയി നോക്കണം എന്നുള്ളത്. എന്താ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഇവിടെ 5 രൂപ മുതലാണ് നമുക്ക് ഐറ്റംസ് കിട്ടുന്നത് കേട്ടോ. 5, 10, 15 അങ്ങനെ ലോ ബഡ്ജറ്റിലുള്ള പ്രൊഡക്റ്റുകളാണ് ഈ ഒരു ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ളത്. സോ അതൊന്ന് എക്സ്പ്ലോർ ചെയ്യണമല്ലോ. അങ്ങനെയാണ് നമ്മൾ ഈ ഷോപ്പിലേക്ക് പോയത്. അത് ഞങ്ങൾ പോയത് ഇന്നലെയായിരുന്നു, 26-ാം തീയതി. അപ്പോൾ പോയപ്പോഴത്തേക്ക് ഒരുവിധം ഓപ്പണിംഗ് ആയതുകൊണ്ടുള്ള വെച്ച കളക്ഷൻസൊക്കെ ഒരുവിധം കുറച്ച് തീർന്നിട്ടുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. 5 രൂപ മുതൽ ഇവിടെ ഐറ്റംസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ വാച്ചിനൊക്കെ വെറും 399 റുപ്പീസാണ് കേട്ടോ വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ല, നല്ല ക്വാളിറ്റി ഒക്കെ കണ്ടിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുഴപ്പമൊന്നുമില്ല. പിന്നെ കുറേ റിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായി. ചെറിയ മക്കളെ റിങ്സ്, അത് 10 രൂപ, 15 രൂപ, 20 രൂപ അങ്ങനെ. പിന്നെ ഇങ്ങനത്തെ ഈ ബാംഗിൾസ് ഉണ്ടായിരുന്നു. ഇത് ഞാൻ ഒരെണ്ണം പർച്ചേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചു തരാം എന്തൊക്കെയാണ് ഞാൻ പർച്ചേസ് ചെയ്തതെന്നുള്ളത്. നല്ല അടിപൊളിയാണ്, നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. 3-4 ഞാൻ കയ്യിലിട്ട് നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി ഞാനൊന്ന് സെലക്ട് ചെയ്തു. പിന്നെ സൺഗ്ലാസിനൊക്കെ സ്റ്റാർട്ടിങ് വരുന്നത് 100 റുപ്പീസാണ് കേട്ടോ. ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ പോയപ്പോഴത്തേക്ക് കുറച്ചൊക്കെ തീർന്നിട്ടാണ്, എന്നാലും കളക്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ ബെൽറ്റൊക്കെ ഏതെടുത്താലും 100 രൂപ. പിന്നെ 50 രൂപയ്ക്ക് അവിടെ ബെൽറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ക്യാപ്പാണെങ്കിലും 50 രൂപ അങ്ങനെ എന്തോ ആണ് കേട്ടോ. ഞങ്ങൾ കുറേ നോക്കി. പിന്നെ കേട്ടോ ഈ കാണുന്ന ക്യാപ്പുകളൊക്കെ ആണ് കേട്ടോ 50 രൂപയ്ക്ക് വരുന്ന, എല്ലാം 50 രൂപ തന്നെയാണ്. ഒരുപാട് കളക്ഷൻസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ക്യാപ്പൊക്കെ ആവശ്യമുള്ളവർക്ക് എന്തായാലും യൂസ്ഫുൾ ആവും. പിന്നെ മക്കളതാണെങ്കിലും ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അത് 5 രൂപ, 10 രൂപ, 15 രൂപ അങ്ങനെ ആ ഒരു എമൗണ്ടിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ 3-4 സൺഗ്ലാസ് ഇട്ട് നോക്കുന്നുണ്ട്. ഈ ഒരു സൺഗ്ലാസ് ഞാൻ ഇട്ട് ഹസ്ബൻഡ് പറഞ്ഞ രസമില്ല. പിന്നെ ഇതിട്ട് നോക്കി, ഇത് കുഴപ്പമില്ല, രസമുണ്ട് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവസാനം ഞാനൊരു സൺഗ്ലാസ് ഫിക്സ് ചെയ്തു കേട്ടോ. അങ്ങനെ ഞങ്ങൾ സൺഗ്ലാസ് ഒക്കെ എടുത്ത്. പിന്നെ ഒരുപാട് കമ്മലിൻ്റെ കളക്ഷൻസ്, 100 റുപ്പീസിൻ്റെ കമ്മലാണ് നിങ്ങൾ കാണുന്നത്. ഒരുപാടുണ്ടായിരുന്നു. കാരണം ഇതിന് മുന്നേ ഞാൻ കണ്ട വീഡിയോസ് ഫുൾ ജിമിക്കി അങ്ങനത്തെ ഫുൾ ഐറ്റംസ് എനിക്ക് എന്തോ ഓപ്പണിങ്ങിൻ്റെ ഡേ പോകാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ പോയപ്പോഴും കളക്ഷൻസ് ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനൊരു കമ്മൽ സെലക്ട് ചെയ്തു കേട്ടോ. അത് ഞാൻ ഇട്ട് നോക്കിയിട്ടില്ല, പക്ഷെ കണ്ടപ്പോൾ എനിക്ക് വളരെ ഇഷ്ടമായി. നമ്മുടെ ട്രഡീഷണൽ ലുക്ക്, ഓണം സെറ്റ് സാരിക്കൊക്കെ അടിപൊളിയായിട്ട് സ്യൂട്ടാവും കേട്ടോ. പിന്നെ ഈ കാണുന്ന മാലകൾക്ക് വെറും 20 റുപ്പീസാണ്. നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. മാലകളൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ അത്. പിന്നെ അതിന് ശേഷം ഞങ്ങൾ ഇപ്പോൾ ഇത് കണ്ടോ, ഈ കൈച്ചെയിനൊക്കെ 30 റുപ്പീസാണ്. 30 or 20 അങ്ങനെ എന്തോ എമൗണ്ട് ആണ് വരുന്നത്. നമ്മുടെ ഒറ്റ കാലിലിടുന്ന പാസറൻ ടൈപ്പിൽ അതുണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്ന കീ ചെയിൻസിനൊക്കെ 20 റുപ്പീസാണ്. ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കീ ചെയിൻ്റെത്. അതേപോലെ കേട്ടോ ഈ വലിയ കീ ചെയിനൊക്കെ വെറും 20 റുപ്പീസ് അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ പിന്നെ ഞാൻ പോയത് കമ്മലില്ല. ഞാൻ കുറേ നേരം അതിലൊന്ന് പുറത്തെടുക്കാൻ വേണ്ടി കുറേ നോക്കി. പക്ഷേ എനിക്കത് ഓപ്പൺ ചെയ്യാൻ പറ്റിയില്ല ഗൈസ്, തീരെ പറ്റുന്നില്ല. കുറേ ട്രൈ ചെയ്തു. അപ്പം ഞാൻ വിചാരിച്ചു ഇനി പ്രഷർ ചെയ്തിട്ട് അത് വലിച്ചു കഴിഞ്ഞ് പൊട്ടിപ്പോയാൽ എന്തിനാണ് വെറുതെ റിസ്ക് എടുക്കുന്നത്. അങ്ങനെ ഞാൻ ആ കമ്മൽ എനിക്ക് ഇഷ്ടമായി, ഞാൻ എടുത്തിട്ടോ. പിന്നെ മക്കളെ എന്താ പറയുക വാച്ചസ് ഉണ്ട്. പിന്നെ വാച്ചിന് ഇവിടെ സ്റ്റാർട്ടിങ് 100 റുപ്പീസ്, 200 റുപ്പീസാണ് കേട്ടോ അവിടെ വെക്കുന്ന വാച്ച്, മീൻസ് ആ കണ്ട വാച്ചുകൾക്കൊക്കെ. പിന്നെ അവിടെ നമ്മളെ ഗിഫ്റ്റ് എന്താ വെച്ചാൽ ബർത്ത്ഡേക്ക്, അതേപോലെ മെറ്റേണിറ്റി അങ്ങനെ വേണ്ട ഇതിൻ്റെ മറ്റേ സാഷ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മെൻസിൻ്റെ വാച്ച് ഉണ്ടായിരുന്നു, മക്കളെ വാച്ച് ഉണ്ടായിരുന്നു. പിന്നെ കൂടുതലും അവിടെ ഞാൻ കണ്ടിട്ടുള്ളത് ഹെയർ ക്ലിപ്സാണ് കേട്ടോ. 5 രൂപ, 10 രൂപ, 15 രൂപ ആ ഒരു എമൗണ്ടിലൊക്കെ വരുന്ന ഹെയർ ക്ലിപ്സ് ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ചെറിയ ക്രാബ്സ് ഉണ്ട്, അതിൻ്റെ വലിയ ക്രാബ്സ് ഉണ്ട്. ഓരോ മോഡലാണ്, വെറൈറ്റി മോഡലാണ്. എങ്ങനെയപ്പോൾ ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക്. എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് വിസിറ്റ് ചെയ്യണം. ഈ കാണുന്ന മാലകൾക്കൊക്കെ 30 റുപ്പീസാണ് കേട്ടോ വരുന്നത്. ലെയർ ടൈപ്പാണ്. പിന്നെ ഈ കാണുന്ന ക്ലിപ്സ് അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഞാനിതൊന്നും എടുക്കണമെന്ന് വിചാരിച്ചില്ല, പക്ഷെ പറ്റിയില്ല. പിന്നെ അത് വിട്ടുപോയി.
പിന്നെ ഈ കാണുന്ന പൊട്ടുകൾ ഇതിനൊക്കെ വെറും 5 രൂപയാണ്. ഒരുപാട് എന്ന് വെച്ചാൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഈ പൊട്ടിൻ്റെ ഒക്കെ. പിന്നെ മക്കളെ ടോയ്സ് ഉണ്ട്, അത് 100 റുപ്പീസ് ടു 120 അങ്ങനെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ ഇവിടെ ഫുള്ള് ഉള്ളത്. കണ്ടോ ഈ കാണുന്നതിനൊക്കെ അതാണ് പറഞ്ഞത്, ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഈ ക്രാബ്സിൻ്റെതൊക്കെ. എന്ന് വെച്ചാൽ ഇതൊന്നും അല്ല, ഇനിയും വരുന്നുണ്ട്. ബൺസ് ഉണ്ടായിരുന്നു, ക്രാബ്സ് ഉണ്ടായിരുന്നു, ഇതൊക്കെ 20 റുപ്പീസ് 30 റുപ്പീസ്. പിന്നെ നമ്മുടെ മെയിനായിട്ട് ഗേൾസിന് വേണ്ട സാധനമാണല്ലോ മേക്കപ്പ് ഐറ്റംസ്, അതും ഉണ്ടായിരുന്നു കേട്ടോ. ഒരു സെക്ഷൻ തന്നെ ആ ഒരു ഇതായിരുന്നു. അപ്പോൾ അങ്ങനെ കടോ ഇത് ക്ലിപ്പാണ്, ഇത് ഞാൻ പറഞ്ഞിട്ട് തീരുന്നില്ലല്ലേ. അങ്ങനെ കടോ ഈ കാണുന്ന മേക്കപ്പ് ലിപ്സ്റ്റിക്ക്, ബ്ലഷസ്, എന്താ പറയുക മേക്കപ്പ് സെറ്റുകൾ, അങ്ങനെ ഒരുപാട് കണ്ടില്ലേ എന്ത് ക്യൂട്ടാണ് ഓരോന്നിനും പാക്കേജ് കണ്ടോ. പിന്നെ നമ്മുടെ ഡാസിലറിൻ്റെ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കണ്ടോ ബ്ലഷിൻ്റെ ഒക്കെ പാക്കിങ് വരുന്ന എന്ത് ഭംഗിയാണ്. ബ്ലഷ്, ഹൈലൈറ്റർ, ഫേസിലേക്ക് വേണ്ട എല്ലാ മേക്കപ്പ് ഐറ്റംസും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ മേക്കപ്പ് സെറ്റുകൾ എന്ന് വെച്ചാൽ ഫ്ലവർ ടൈപ്പിൽ എന്ന് വെച്ചാൽ ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ആവുന്ന അങ്ങനത്തെ ഐറ്റംസ്. പിന്നെ കുറേ ചെറിയ മേക്കപ്പ് കിറ്റുകൾ പണ്ടൊക്കെ കണ്ടു. ഇപ്പോൾ ഞാൻ കുറേ അങ്ങനെ ഞാൻ ഷോപ്പുകളിലൊന്നും പോകാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും നോക്കാത്തത് കൊണ്ടും ഇത് കണ്ടില്ല. ഇത് കണ്ടപ്പോൾ നല്ല രസമില്ലേ കാണാൻ. പണ്ടൊക്കെ നമ്മൾ ഇത് എന്തോ വലിയ സംഭവം എന്ന് വിചാരിച്ച് വാങ്ങിയതില്ല. ഇപ്പോഴല്ലേ നമുക്ക് ഓരോ പ്രൊഡക്റ്റിനെ കുറിച്ച് കുറേ നോളജും കാര്യങ്ങളൊക്കെ കിട്ടിയത്. അങ്ങനത്തെ കുറേ എന്താ വെച്ചാൽ പണ്ടത്തെ ഒരു ഓർമ്മ തരുന്ന അങ്ങനത്തെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ലിപ്സ്റ്റിക് കണ്ടോ ആ ബോക്സിലൊക്കെ തീർന്നു പോയതാണ്, അത്രയ്ക്കും തിരക്കുണ്ടാവുന്നല്ലേ. പിന്നെ ഈ കാണുന്ന ബൺസിനൊക്കെ വെറും 10 റുപ്പീസ്. പിന്നെ എന്താ വെച്ചാൽ ആ കുപ്പിയിലുള്ള ഡിസ്കോ റബ്ബർ ബാൻഡ് ഇല്ലേ, അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു 15 രൂപ 20 റുപ്പീസ് അങ്ങനെയാണ്. പിന്നെ ഈ കാണുന്ന സ്റ്റഡുകളെല്ലാം 5 റുപ്പീസാണ് കേട്ടോ. ഒരുപാട് സ്റ്റഡിൻ്റെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്റ്റഡിൻ്റെ കളക്ഷൻ ഉണ്ട്. പിന്നെ പറയാനുള്ളൊരു കാര്യം, സ്റ്റഡിൻ്റെ 5 രൂപയ്ക്ക് ആ ഒരു ക്വാളിറ്റി നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. അതിൽ വലിയ ക്വാളിറ്റി നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട കേട്ടോ. കാരണം ഞാൻ നോക്കിയപ്പോൾ മീൻസ് അത്ര വലിയ ക്വാളിറ്റി എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. കുഴപ്പമില്ല, അത്രയേ ഉള്ളൂ. പിന്നെ കണ്ടോ വാച്ചുകളൊക്കെ 100 റുപ്പീസ് 200 റുപ്പീസ് അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. വാച്ചുകളുടെയാണെങ്കിലും മെൻസിൻ്റെതും ലേഡീസിൻ്റെ ഒക്കെ ഒരുപാട് കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് കളക്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ഷോപ്പ് എവിടെയാണ് വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കാലിക്കറ്റ് രാധാ തിയേറ്റർ കഴിഞ്ഞ് നേരെ മുന്നോട്ടേക്ക് വരുമ്പോൾ എന്ന് വെച്ചാൽ മാനാഞ്ചിറ നിന്ന് SM-ലേക്ക് വരുന്ന വഴി രാധാ തിയേറ്റർ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ടേക്ക് വരുവാണെങ്കിൽ കോയിൻകോ ബസാർ ഉണ്ടാവും റൈറ്റ് സൈഡിൽ, അതിൻ്റെ ലെഫ്റ്റ് സൈഡായിട്ട് വരും. നേരെ ഓപ്പോസിറ്റ് അല്ല, കുറച്ചൊന്ന് മുന്നോട്ട് പോയാൽ ലെഫ്റ്റ് സൈഡായിട്ട് വരും കേട്ടോ. ഇവിടെ അതിന് മുന്നേ ഇതൊരു തുണിയുടെ എന്ന് വെച്ചാൽ ഡ്രസ്സിൻ്റെ ഒരു ഷോപ്പായിരുന്നു, അത് മാറ്റിയിട്ടാണ് ഇപ്പോൾ ഇത് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. പ്ലേസ് ആരും മറക്കണ്ട കേട്ടോ. പിന്നെ ഞാൻ ഈ സെലക്ട് ചെയ്ത ഈ ഒരു ക്ലിപ്പാണ്, ഇതാണ് എനിക്ക് ആവശ്യം. ക്രാബിനെക്കാട്ടും കൂടുതൽ എനിക്ക് യൂസ്ഫുൾ ഈ ഒരു ഐറ്റമാണ് കേട്ടോ. ആ ഒരു സെറ്റിന് വരുന്നത് 15 രൂപയാണ് കേട്ടോ. പിന്നെ ഈ കാണുന്ന കീ ചെയിൻസിനെല്ലാം വരുന്നത് 30 റുപ്പീസാണ്. ചെറിയ മക്കൾക്ക് യൂസ്ഫുൾ ആയിട്ട് കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ അവിടെ, നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സംഭവം ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇതെങ്ങനെ നമ്മളെ ഒരു ഹെയർ ആക്സസറീസ് ആണ്, ഇതെങ്ങനെ ഹെയറിൽ കൊടുക്കാമെന്നും എനിക്ക് മനസ്സിലായില്ല കേട്ടോ. കണ്ടപ്പോൾ നല്ലൊരു കൗതുകം തോന്നി, അറിയാത്തത് കൊണ്ട് പിന്നെ ഞാൻ അതെടുത്തില്ല, ഞാൻ അവിടെ തന്നെ വെച്ചു കേട്ടോ. അങ്ങനെ ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട്. പിന്നെ ഈ കണ്ടു നല്ല ഭംഗിയുള്ള കമ്മലുകളാണ് ഇതൊക്കെ. 60 റുപ്പീസ് 80 റുപ്പീസ് അങ്ങനെ എന്ത് രസമാണ്. പക്ഷേ ഇതൊന്നും എൻ്റെ ഫേസിന് സ്യൂട്ട് ആവില്ല എന്ന് എനിക്ക് തോന്നി. പക്ഷേ നല്ല കുറച്ച് തടിയുള്ള ഫേസിനൊക്കെ ആണെങ്കിൽ ഈ ഒരു ടൈപ്പ് കമ്മലൊക്കെ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ. പിന്നെ കണ്ടോ ഈ കമ്മലിനൊക്കെ 100 റുപ്പീസാണ് സ്റ്റോൺസ് വരുന്ന. ഈ കമ്മലിനൊക്കെ 100 80 അങ്ങനെയാണ് കേട്ടോ. ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു, എന്ത് രസമാണ്. ഇപ്പോൾ തന്നെ ഉള്ള ഈ കളക്ഷൻസ് ആണെങ്കിലും നല്ല ഭംഗിയുണ്ട്. വെസ്റ്റേൺ ഡ്രസ്സിനൊക്കെ അടിപൊളി സ്യൂട്ടോ. പിന്നെ ഞാൻ ഈ സ്നേക്കിൻ്റെ മോതിരം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഈ ചെറിയൊരു മോതിരം എടുത്തു. പിന്നെ മെൻസിന് എന്താ കയ്യിൽ കെട്ടുന്ന എന്താ പറയുക ബ്രേസ്ലെറ്റ്സിൽ അതിൽ ഒരുപാടുണ്ടായിരുന്നു. പിന്നെ മാലകൾ ഒരുപാടുണ്ടായിരുന്നു. ചെറിയ മക്കളെ കൂളിംഗ് ഗ്ലാസ്സുകൾ അത് 100 രൂപ 50 രൂപ അങ്ങനെയൊക്കെ ആയിരുന്നു. എന്ത് രസമാണെന്ന് നോക്കി, നല്ല ഭംഗിയുണ്ട് ചെറിയ മക്കൾക്ക്. അപ്പോൾ ഞാൻ മൂക്കാണെങ്കിൽ ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2 സെക്ഷനാണ് കേട്ടോ. ഒരു സെക്ഷനിൽ നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ തന്നെ ബില്ലടിക്കണം. അങ്ങനെ ഞാൻ അവിടെ നിന്ന് അതൊക്കെ ബില്ല് ചെയ്തു. പിന്നെ നമ്മൾ നേരെ പോയത് എൻ്റെ ഫേവറേറ്റ് ഐറ്റംസ് ഉള്ളൊരു സ്ഥലത്തേക്കാണ് കേട്ടോ. അവിടെ എന്ന് വെച്ചാൽ ഈ ഒരു സെക്ഷനിൽ ഫുൾ ബാഗാണ് 199 റുപ്പീസ് അതാണ് കേട്ടോ ബാഗ്. പിന്നെ ചെരുപ്പ് കണ്ടോ, ഒരെണ്ണത്തിന് 149ഉം രണ്ടെണ്ണം എടുത്താൽ 249 റുപ്പീസുമാണ് വരുന്നത്. ഒരുപാട് കളക്ഷൻ നമ്മുടെ ചെരുപ്പിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. എന്ത് ഭംഗിയാണെന്നറിയോ, ഒരു 150 റുപ്പീസ് അതാണ് അവിടെ സ്റ്റാർട്ടിങ് വരുന്നത്. പിന്നെ 150 169 199 249 2 ചെരുപ്പുകൾ അങ്ങനെ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയത്. അതേപോലെ പാർട്ടി വെയർസിന് യൂസ് ചെയ്യാൻ പറ്റിയത് ഫ്ലാറ്റുകൾ, ഹീൽസ് ഒക്കെ നല്ല നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷേ ഹീൽസിനെക്കാട്ടും കൂടുതലുള്ളത് ഫ്ലാറ്റ് ടൈപ്പാണ് കേട്ടോ. സ്റ്റോൺ ടൈപ്പ് വരുന്ന ഒരുപാട് കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് 2-3 ചെരുപ്പൊക്കെ എടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ ഹസ്ബൻഡ് എന്തൊക്കെ എന്നെ പിടിച്ച് വലിച്ച് വേണ്ട ചെരുപ്പ് വാങ്ങണം എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഞാൻ ഒരു ചെരുപ്പ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. കണ്ടോ ഈ കാണുന്ന ചെരുപ്പിനൊക്കെ 169 റുപ്പീസാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് ഞാൻ ചെരുപ്പ് വാങ്ങിയിട്ടുള്ളത്.
ഈ ഒരു ഹീൽസ് 2 ഹീൽസ് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. ഒരു ഹീൽസ് വൈറ്റ് കളർ വരുന്നത്, ഇതിൻ്റെ സെയിം തന്നെ ബ്ലാക്കും ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. വൈറ്റ് നോക്കിയപ്പോൾ എൻ്റെ സൈസ് കാലിൻ്റെ സൈസിന് കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ എന്താക്കി, എനിക്ക് ആ ചെരുപ്പ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ പിന്നെ ബ്ലാക്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു ഗൈസ്. 169 റുപ്പീസാണ് ചെരുപ്പിന് വരുന്നത്. ഇതൊക്കെ 199ഉം 169 റുപ്പീസിനും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഫ്ലാറ്റ് ചെരുപ്പിൻ്റെ. അതേപോലെ മെൻസിനും ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട്, ഡെയിലി യൂസിന് പറ്റിയ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ചെരുപ്പൊക്കെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഈ ഷോപ്പൊന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക. അടിപൊളി കളക്ഷൻസ് ഉണ്ട്. പിന്നെ ഈ ക്യൂട്ട് ബാഗൊക്കെ കണ്ടോ, നല്ല ഭംഗിയില്ലേ. ഇതിൻ്റെ റേറ്റ് എത്ര, 499 എന്നൊക്കെയാണ് അതിൻ്റെ മുകളിൽ. ഇതിന് റേറ്റ് ചോദിക്കാൻ വിട്ടുപോയി, പക്ഷെ നല്ല രസമില്ലേ കാണാൻ. പിന്നെ പാർട്ടി വെയർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ക്ലച്ച് ടൈപ്പിൽ ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരുവിധം സാധനമൊക്കെ പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് പോകാൻ പോവുകയാണ്. അപ്പോൾ ചൈന മാർക്കറ്റ് എന്നാണ് കേട്ടോ ഷോപ്പിൻ്റെ പേര് വരുന്നത്. അപ്പം എല്ലാവരും ഒന്ന് കയറി പോയി നോക്കാം. SML വരുമ്പോൾ എന്തായാലും ഈ ഷോപ്പൊന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക. അങ്ങനെ ഞങ്ങൾ കുറച്ച് സാധനമൊക്കെ പർച്ചേസ് ചെയ്ത് നമ്മൾ തിരിച്ച് വരുവാണ് കേട്ടോ. അത്ര ഒരുപാട് സാധനമൊന്നുമില്ല, എന്നാലും കുറച്ച് അല്ലറ ചില്ലറ സംഭവമൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വരുന്ന സമയത്ത് ഹസ്ബൻഡ് പറഞ്ഞു, ഹസ്ബൻഡിൻ്റെ മൊബൈലിൻ്റെ പൗച്ച് നോക്കണം എന്ന്. അങ്ങനെ ഞങ്ങൾ മൊബൈൽ ഷോപ്പിലേക്ക് പോയപ്പോൾ ആ ഷോപ്പ് അടച്ചുപോയി. അങ്ങനെ ഞങ്ങൾ വേറൊരു ഷോപ്പ് പോയി. ഇതെന്ന് വെച്ചാൽ നമ്മുടെ SML പ്രതിമേൻ്റെ അവിടെ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ കുറേ എന്താ പറയുക പൗച്ചുകളുള്ള ഒരു മൊബൈൽ ഷോപ്പിൽ, പേരിങ്ങനെ മറന്നുപോയി. ആ ഷോപ്പിലാട്ടോ കയറിയിട്ടുള്ളത്. അപ്പോൾ അവിടെ പോയിട്ട് മൊബൈലിൻ്റെ പൗച്ചൊക്കെ നോക്കി, പക്ഷേ എന്തോ ഹസ്ബൻഡിൻ്റെ ഫോണിന് ഒരു ഭംഗി തോന്നുന്ന പൗച്ചുകളൊന്നും കിട്ടിയിട്ടില്ല. നമുക്കിഷ്ടപ്പെട്ട മനസ്സിന് ഇഷ്ടപ്പെട്ട പൗച്ചൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഞങ്ങളതൊന്നും അങ്ങനെ തിരിച്ച് പോരുകയാണ്. അപ്പോഴത്തേക്ക് ഞങ്ങൾ പോരുമ്പോഴത്തേക്കിന് ഒരു 9 മണി ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോഴത്തേക്ക് SML ഒരുവിധ ഷോപ്പുകളൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പണ്ടാണെങ്കിൽ SML ഈ ടൈമിൽ ഒന്നും ക്ലോസ് ചെയ്യില്ല, ഫുൾ ആൾക്കാരും ബഹളം ഒക്കെ ആയിരുന്നു. ഈ ഒരു കൊറോണയ്ക്ക് ശേഷം ഭയങ്കരമായിട്ട് SML നമ്മൾ മാറിപ്പോയി എന്നാണ് പറയുക. പിന്നെ തിരിച്ച് വരുന്ന വഴിക്ക് മാനാഞ്ചിറ സ്ക്വയർ നിങ്ങൾ കണ്ടോ, മഴ പെയ്തിട്ട് വെള്ളം കയറിയിട്ടുള്ള അവസ്ഥ. വെള്ളം എവിടെ എത്തിയെന്ന്, ആദ്യമൊക്കെ കുറച്ച് അത്യാവശ്യം താഴ്ന്നിട്ടായിരുന്നല്ലോ. അപ്പം നല്ലോണം വെള്ളം പൊന്തിച്ച മുകളിൽ നമുക്ക് വളരെ വ്യക്തതയോടെ നമുക്ക് വെള്ളം കാണാം. അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോരുകയാണ്. തിരിച്ച് ഞങ്ങൾ നേരെ പോയത് പറമ്പത്തേക്കാണ് കേട്ടോ. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് വരുന്ന പുറക്കാട്ടിരിയാണ്, പക്ഷെ പോയത് പറമ്പത്തേക്കാണ്. അവിടെ കഫിക്സിൽ നിന്ന് ഫുഡ് വാങ്ങാൻ വേണ്ടി പോയതാണ് കേട്ടോ. ഇവിടുത്തെ ബട്ടർ ചിക്കൻ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി, നല്ല ടേസ്റ്റാണ്. പുറത്തൊന്നും പുറത്തുള്ള ഫുഡ് ഞാൻ കഴിക്കാത്ത ഒരാളാണ്, പക്ഷേ അവിടുത്തെ ബട്ടർ ചിക്കൻ എന്തൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ വാങ്ങി തിരിച്ച് വീട്ടിലേക്ക് വരുവാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.